TMCയുടെ തകർച്ച ഏതാണ്ട് ആസന്നമായിരിക്കുന്നുവെന്ന് നമ്മൾ കാണണം. കാരണം 80 സീറ്റുള്ള മമതാ ബാനർജിയുടെ പാർട്ടിയിൽ ഇന്ന് യോഗം വിളിച്ചപ്പോൾ വന്നു ചേർന്നത് ആകെ 20 പേർ മാത്രമാണ്. അപ്പോൾ 60 പേർ മമതാ ബാനർജിക്കെതിരാണ് എന്ന് നമ്മൾ കാണേണ്ടത്. ഈ CPM-ന്റെ കയ്യിലുണ്ടായിരുന്ന നിരവധി പാർട്ടി ഓഫീസുകൾ TMC-ക്കാർ പിടിച്ചെടുത്തു എന്നുള്ള ഗുണ്ടാക്രമണത്തിലൂടെ പിടിച്ചെടുക്കുകയും ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ ബോർഡുകളൊക്കെ മാറ്റി TMC-യുടേതാക്കി മാറ്റുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ ഉണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൽക്കട്ടയിലാകമാനം അതുപോലെ തന്നെ മറ്റ് നഗരങ്ങളിലൊക്കെ യുവാക്കളുടെ വലിയ ഒരു ചേരി ഈ CPM-നൊപ്പം വന്നു ചേർന്നിരിക്കുന്നു. വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ CPM-ന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അഭിഷേക് ബാനർജിക്കെതിരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിക്കാൻ വേണ്ടി പോലും ഈ TMC-യുടെ MLA-മാർ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ മമതാ ബാനർജിയെയും അഭിഷേക് ബാനർജിയെയും അവർ മനസ്സുകൊണ്ട് കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയുടെ പാർട്ടിയുടെ അവസ്ഥ ഏകദേശം പരിതാപകരമാണ്. കാരണം എനിക്ക് തോന്നുന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വീണ്ടും CPM-ൽ അഭയം പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. വളരെ അതിശക്തമായിട്ട് തന്നെ വീണ്ടും വെസ്റ്റ് ബംഗാളിൽ CPM-ന് ഒരു തിരിച്ചുവരവ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാർ CPM-ന്റെ ഒരു ഐഡിയോളജിയുമായിട്ട് വീണ്ടും വളരെ സജീവമായിട്ട് വെസ്റ്റ് ബംഗാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ, അതായത് പണ്ട് CPM-കാരായിരുന്ന ആളുകൾ TMC-യിലേക്ക് പോയിട്ടുള്ളവരുണ്ട്. അവരിൽ ചില ആളുകൾ BJP-യിലേക്ക് പോകുന്ന സമയത്ത് ചില ആളുകൾ CPM-ലേക്ക് തന്നെ മടങ്ങി വരുന്നു എന്ന് വേണം കരുതാനായിട്ട്. പലയിടങ്ങളിലും വരുന്ന വാർത്തകൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ CPM യോഗങ്ങൾ വിളിച്ചു കൂട്ടി തുടങ്ങിയിരിക്കുന്നത്. കാരണം ഒരു ചുമന്ന കുടി എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ TMC-കാർ അവരെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു വെസ്റ്റ് ബംഗാളിൽ എന്നുള്ളത് സത്യമാണ്. അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു. സ്വതന്ത്രമായിട്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് CPM-ന് വെസ്റ്റ് ബംഗാളിൽ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിനുള്ള ഒരു സഹായമായത് ഈ ഒരു സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ TMC-യുടെ അവസ്ഥ എന്തായിരിക്കും? മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? ഇനി അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ചൊരു റോളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ വീണ്ടും ഒരു CPM BJP എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ? TMC-യുടെ തകർച്ച ഏതാണ്ട് ആസന്നമായിരിക്കുന്നുവെന്ന് നമ്മൾ കാണണം. കാരണം 80 സീറ്റുള്ള മമതാ ബാനർജിയുടെ പാർട്ടിയിൽ ഇന്ന് യോഗം വിളിച്ചപ്പോൾ വന്നു ചേർന്നത് ആകെ 20 പേർ മാത്രമാണ്. അപ്പോൾ 60 പേർ മമതാ ബാനർജിക്കെതിരാണ് എന്ന് നമ്മൾ കാണേണ്ടത്. ഒരുപക്ഷെ അവർ ഈ 60 പേർ കൂട്ടത്തോടെ BJP-യിൽ ചേരുകയോ അല്ലെങ്കിൽ അവർ മറ്റൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് BJP-യുടെ മുന്നണിയിലേക്ക് പോവുകയോ ചെയ്യാനാണ് സാധ്യത. കാരണം മുന്നണിയിലേക്ക് നേരിട്ട് ഒരു പാർട്ടി രൂപീകരിച്ച് നേരിട്ട് ചെല്ലുകയാണെങ്കിൽ അവർക്ക് ഈ രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരു നയപരമായ പ്രശ്നത്തെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം 80 പേരിൽ 60 പേർ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ തീർച്ചയായും ആ പാർട്ടിക്കായിരിക്കും ഇലക്ഷൻ കമ്മീഷന്റെ പിന്തുണ എന്നുള്ളതുകൊണ്ട് പാർട്ടി ചിഹ്നവും ചിലപ്പോൾ അവരിലേക്ക് ചെല്ലുകയും മമതാ ബാനർജി പെരുവഴിയിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. ശിവസേനയുടെ സമാനമായ അവസ്ഥ മഹാരാഷ്ട്രയിൽ അതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഈ സുവേന്ദു അധികാരിയെ സംബന്ധിച്ചുള്ള അദ്ദേഹമാണല്ലോ ഈ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് സുവേന്ദു അധികാരി എന്നുള്ളതുകൊണ്ടും പാർട്ടിയെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നയപരമായ ചില കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തു ഇരുന്നത് സുവേന്ദു അധികാരിയായിരുന്നു. സമരങ്ങൾ പ്ലാൻ ചെയ്തതും അതുപോലെ തന്നെ ഏതൊക്കെ സ്ട്രാറ്റജി എന്തൊക്കെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യതയോടുകൂടി നയിച്ചത് യഥാർത്ഥത്തിൽ സുവേന്ദു അധികാരിയായിരുന്നു. അതിൻ്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടി തീപ്പൊരി നേതാവ് എന്ന നിലയിൽ മാത്രമായിരുന്നു മമതാ ബാനർജി ഉണ്ടായിരുന്നത്. ഏതാണ്ട് മമതാ ബാനർജിയെ അവിടെയുള്ള ജനം പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണണം. ഇപ്പം സിബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് വെച്ചാൽ CPM അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ TMC-യുടെ നിരന്തരമായ ഗുണ്ടാക്രമണം കാരണം പലർക്കും അവിടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചിട്ടും ഈ നഗരത്തിനപ്പുറത്തേക്ക് ഈ പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചപ്പം കൽക്കട്ട നഗരത്തിൽ പലപ്പോഴായിട്ട് വലിയ രീതിയിലുള്ള സമ്മേളനങ്ങളൊക്കെ നടക്കാറുണ്ട് എന്നല്ല പ്രകടനങ്ങളൊക്കെ നടക്കാറുണ്ടെങ്കിൽ പോലും നഗരങ്ങളിൽ കഴിഞ്ഞ് ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾക്ക് ഒരു തരത്തിലും CPM-നെ അനുകൂലിക്കുവാനോ അല്ലെങ്കിൽ കൊടിയുയർത്താനോ ഈ CPM-ന്റെ കയ്യിലുണ്ടായിരുന്ന നിരവധി പാർട്ടി ഓഫീസുകൾ TMC-ക്കാർ പിടിച്ചെടുത്തു എന്നുള്ള ഗുണ്ടാക്രമണത്തിലൂടെ പിടിച്ചെടുക്കുകയും ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ ബോർഡുകളൊക്കെ മാറ്റി TMC-യുടേതാക്കി മാറ്റുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് CPM-ന് ശക്തിയില്ലാത്ത സ്ഥലങ്ങൾ, CPM-ന് സ്ഥാനാർത്ഥികളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവിടെ CPM-കാർ BJP-ക്ക് വോട്ട് ചെയ്തു എന്നവർ. കാരണം അത് BJP-യുടെ താല്പര്യമായിരുന്നില്ല. TMC-യെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടിയായിരുന്നു CPM സംഘടിതമായി പല സ്ഥലങ്ങളിലും BJP-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. ഈ തകർച്ചയോടുകൂടി TMC-യുടെ തകർച്ചയോടുകൂടി അവിടെ
ഏറ്റവും കൂടുതൽ ആശ്വാസത്തോടുകൂടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയായി CPM മാറുന്നു. ഞാൻ CPM ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ CPM-ന്റെ കൊടി പിടിച്ചുകൊണ്ട് ഒരു റാലി നടത്താൻ പോലും പറ്റുന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. നിരവധി പാർട്ടി ഓഫീസുകൾ, അന്യാധീനമായി പോയിരുന്ന നിരവധി പാർട്ടി ഓഫീസുകൾ CPM തിരിച്ചു പിടിച്ചിരിക്കുന്നു. അതിന് ആവശ്യമായ സൗകര്യങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഏറ്റവും ദയനീയമായിരുന്ന പാർട്ടി പത്രത്തിന് സർക്കാർ തന്നെ പരസ്യം കൊടുക്കുന്നു. അവരെ പ്രത്യക്ഷമായി തന്നെ BJP സഹായിക്കുന്നുവെന്ന്. കാരണം TMCയുടെ പതനമാണ് BJP ലക്ഷ്യമിടുന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും വലിയ ഒരു ശത്രുവായി മാറാൻ CPM സാധ്യതയില്ല എന്നുള്ള മട്ടിലാണ് അവർ ഇപ്പോൾ CPM-നെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ CPM-ന് തിരിച്ചു വരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നത് നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇത് CPM-ന് വലിയ രീതിയിൽ ആശ്വാസമാണ്. കാരണം കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല, ഇത്തവണ ഒരു സീറ്റുണ്ട് CPM എന്നുള്ള കനൽ ഒരു തരി മതി എന്നുള്ള ഇതിൽ ഒരു സീറ്റുണ്ട്. ഇത്തവണ ഉണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൽക്കട്ടയിലാകമാനം അതുപോലെ തന്നെ മറ്റ് നഗരങ്ങളിലൊക്കെ യുവാക്കളുടെ വലിയ ഒരു ചേരി ഈ CPM-നൊപ്പം വന്നു ചേർന്നിരിക്കുന്നു. വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ CPM-ന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ 2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇലക്ഷനോടുകൂടി CPM-ന് അവിടെ വലിയ രീതിയിൽ തിരിച്ചു വരാൻ കഴിയുമെന്ന്. പലരും നമ്മളെ അതിൽ കളിയാക്കിക്കൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇല്ലാതായിപ്പോയ പാർട്ടിയെ കുറിച്ചാണോ താങ്കൾ പറയുന്നത് എന്നൊക്കെ. പക്ഷേ അവിടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ടി എന്ന രീതിയിൽ അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നുള്ളതാണ്. അത് വന്നിരിക്കുന്നു. പിന്നെ ഈ ബംഗാളിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, അധികാരം നഷ്ടപ്പെട്ടാൽ അവർക്ക് അധികം അവിടെ പിന്നെ പിടിച്ചേൽക്കാൻ പറ്റില്ല. കാരണം ഈ ഗുണ്ടകളെല്ലാം നേരെ തലതിരിയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം അഭിഷേക് ബാനർജിക്കെതിരെ ഉണ്ടായ അക്രമം എന്ന് പറയുന്നത് സ്വന്തം പാളയത്തിൽ തന്നെ മാറിയ ആൾക്കാരാണ് ആക്രമിക്കുന്നതെന്നാണ്. അപ്പോൾ ആരാണ് ശത്രു എന്നാൽ സ്വന്തം നിഴൽ പോലെ ശത്രുവും ഈ പാർട്ടിയുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും അധികാരമുള്ള സമയത്ത് ഇവർ വളരെ ശക്തരായി ആ പാർട്ടിയോട് നിൽക്കുകയും അധികാരം നഷ്ടപ്പെട്ടാൽ വളരെ പെട്ടെന്ന് തന്നെ അഭിപ്രായം മാറ്റുകയും അവർ ശത്രുപക്ഷത്തേക്ക് ചേക്കേറുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഈ പശ്ചിമ ബംഗാൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ദീർഘകാലം ഭരിച്ചിരുന്ന പശ്ചിമ ബംഗാളിൽ പിന്നീട് കോൺഗ്രസിന് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതി തകർന്നു പോയി. പിന്നീട് CPM ഇടതുപക്ഷ കക്ഷികൾ മാത്രമായി 34 വർഷക്കാലം CPM ഇടതുപക്ഷവും പശ്ചിമ ബംഗാൾ ഭരിച്ചു. പിന്നീട് TMC വന്ന് 3 ടേമിൽ അവരുടെ കിരാത ഭരണമായിരുന്നു. അപ്പോൾ CPM ആണെന്ന് പറഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായി. എല്ലാ സ്ഥലങ്ങളിലും ഗുണ്ടാക്രമണമായിരുന്നു. അതിപ്പോൾ ഇതാ തിരിച്ചടിക്കുന്നു, അല്ലെങ്കിൽ ഈ അതേ ഗുണ്ടകൾ കൊണ്ട് തന്നെ വലിയ രീതിയിൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പ്രമുഖരായ നേതാക്കന്മാരെല്ലാം പാർട്ടി വിട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ അവിടുത്തെ വനിതാ വിഭാഗം കോകില എന്ന് പറഞ്ഞ ആ MP ആണ് അവർ രാജിവെച്ച് ഒഴിഞ്ഞു പോയിരിക്കുന്നു. അവർ ഇപ്പോൾ മറ്റൊരു MP-ക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നു. എന്നെ ഇതിൽ പല രീതിയിലും അവർ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു MP-ക്കെതിരെ പരാതി കൊടുക്കുന്നു. അത്ര വളരെ മോശമാവുകയാണ്. ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടി മമതാ ബാനർജിക്ക് ഒരിക്കലും പറ്റാതെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം അഭിഷേക് ബാനർജിക്കെതിരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിക്കാൻ വേണ്ടി പോലും ഈ TMCയുടെ MLA-മാർ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ മമതാ ബാനർജിയെയും അഭിഷേക് ബാനർജിയെയും അവർ മനസ്സുകൊണ്ട് കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം 80 MLA-മാരുണ്ടായിട്ട് പോലും അവിടെ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് തൃണമൂലിന്റെ രാഷ്ട്രീയ സാഹചര്യം തകർന്നിരിക്കുന്നു. രാഷ്ട്രീയ അടിത്തറ തന്നെ തകർന്നിരിക്കുന്നു പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഒരു പ്രതിഷേധ പ്രകടനം പോലും സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് TMC ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിത്തട്ടിളകി മൊത്തം BJP-യിലേക്കും CPM-ലേക്കും ആയിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത് ന്യൂനപക്ഷം പൂർണ്ണമായും ന്യൂനപക്ഷത്തിന് BJP-യിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം അവിടെയുണ്ട്. രാജ്യത്താകമാനം അത്തരത്തിൽ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇപ്പം പശ്ചിമ ബംഗാളിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ TMC-യിൽ നിന്നുകൊണ്ട് അവർക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നാൽ തീർച്ചയായും അവർക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു പോകുകയല്ലാതെ മറ്റു വഴിയില്ല. ഇപ്പം ഈ TMC-യുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത് CPM-കാർ തന്നെയാണ്. പൂർവാശ്രമത്തിൽ അവർ CPM-കാരായിരുന്നു. അവർ തിരിച്ച് ഗർഭാപസി നടത്തി വീണ്ടും അവർ CPM-ലേക്ക് തന്നെ തിരിച്ചു പോകും എന്നാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. അതുകൊണ്ടാണ് അവിടെ CPM-ലേക്ക് ഇപ്പോൾ ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അവർ നഷ്ടപ്പെട്ട പാർട്ടി ഓഫീസുകൾ തിരിച്ചു പിടിക്കുന്നു. സംഘടനാ സ്വാതന്ത്ര്യം കൈവന്നിരിക്കുന്നു. അവിടെ ഈ ഒരു 5 വർഷത്തിനിടയിൽ CPM ഒരു നിർണായക ശക്തിയായി തന്നെ മാറാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലുള്ളത്.